റാപ്പർ വേടനെതിരെ ഇപ്പോൾ NIAക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ BJPയുടെ കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ. 5 വർഷം മുമ്പ് വേടൻ പാടി സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിരവധി തവണ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിൻ്റെ ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. എന്താണ് 5 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഇപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ എടുത്ത് ഒരു പരാതി നൽകാൻ? 5 വർഷം മുമ്പ് ഇത് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. വേടനെതിരെ NIAക്ക് പരാതി കൊടുത്ത മിനി കൃഷ്ണകുമാറിൻ്റെ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിൽ NIAക്ക് കേസ് കൊടുത്തതിൽ വേറെ തർക്കങ്ങളൊന്നും എനിക്ക് പറയാനില്ല. അത് ആർക്കാണെങ്കിലും ആർക്കെതിരെയും കൊടുക്കാം, ഒരു സംശയം തോന്നി കൊടുക്കാം. അത് അവർ നിന്ന് അന്വേഷിക്കട്ടെ. അതിൽ എന്തെങ്കിലും പിഴവുകൾ വേണ്ട ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. അപ്പോൾ അത് ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം. കാര്യമാണ്. അപ്പോൾ അത് ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് ജാതീയ അടിമത്തം എന്നേ അംബേദ്കറൊക്കെ നിർത്തിയതാണ്. അതിപ്പോൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനേ ഒരു പ്രസക്തിയില്ല. ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസാണ്. എല്ലാവരോടുമൊപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഈ കൗൺസിലിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് അടിമത്തം എന്നേ അംബേദ്കർ അവസാനിപ്പിച്ചതാണ്, ജാതീയമായിട്ടുള്ള അടിമത്തം. ഈ ഒരു ആധുനിക കാലഘട്ടത്ത് അതിനൊരു പ്രസക്തിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അടിമത്തവും അതുപോലെ ജാതിയും ഈ ഒരു കാലഘട്ടം നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് മാട്രിമോണീസ് ഇൻ ഇന്ത്യ എന്ന് നോക്കുമ്പോഴത്തേക്കും കുറേ കമ്പനീസിൻ്റെയും കുറേ ആപ്ലിക്കേഷൻ ലിസ്റ്റ് കാണും. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഭാരത് മാട്രിമോണി അല്ലെങ്കിൽ കേരള മാട്രിമോണി അത് മാത്രമേ ഉള്ളൂ. നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈഴവ മാട്രിമോണി ഉണ്ട്, അതേപോലെ തന്നെ ബ്രാഹ്മിൻ മാട്രിമോണി ഉണ്ട്, അങ്ങനെ പല പല ജാതി തിരിച്ചിട്ടുള്ള മാട്രിമോണി ഉണ്ട്. അപ്പോൾ അത് ഇന്നത്തെ കാലത്തുള്ളതല്ലേ. പല ആൾക്കാരും അതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ. സെയിം ആ ഒരു മാട്രിമോണി ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം കാസ്റ്റിൽ നിന്നിട്ടുള്ള ആൾക്കാരെ തന്നെ നോക്കി വിവാഹം കഴിക്കാൻ വേണ്ടല്ലേ. അപ്പോൾ അതിൽ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക കാലത്ത് ജാതി ഒന്നും നോക്കുന്നില്ല, ജാതി ഇല്ല അടിമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് അടിസ്ഥാനത്തിലാണ്? എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരായിട്ടാണ് കണ്ടിട്ടാണ് എല്ലാവരും ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് മാട്രിമോണികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. മാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തെ തുടർന്ന് കഴകക്കാരൻ ബാലു രാജിവെച്ചു. തിരുവനന്തപുരം സ്വദേശി ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചിരുന്നില്ല. ഇന്നലെ കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിലെത്തി രാജിക്കത്ത് നൽകുകയായിരുന്നു. വിവരങ്ങളുമായി നിഖിൽ ഡേവിസ് ആണ് ചേരുന്നത്. നിഖിൽ, നേരത്തെ തന്നെ ഇനി ആ കഴകക്കാരനായ പോസ്റ്റിലേക്ക് ഇല്ല എന്ന ബാലു പറഞ്ഞിരുന്നു. ഇപ്പോൾ രാജിക്കത്തും കൈമാറിയിരിക്കുന്നു. അഞ്ജലി, ഒരു ജാതി വിവേചനത്തിന്റെ ഇരയാണ് ബാലു. കാരണം കഴകക്കാരനായ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജോലിക്ക് ചെന്ന സമയത്ത് അവിടെ തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് കഴകം ജോലിയിൽ നിന്ന് ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ഒരു ന്യൂസ് 2 മാസം മുന്നേ ഈ ഒരു ചാനലിൽ വന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ഈഴവ സമൂഹത്തിൽപ്പെട്ട ബാലു പുള്ളി ജോലി എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ തന്ത്രിമാർ അനുവദിച്ചില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും നടന്നത് ഈ കാലഘട്ടത്തിലല്ലേ. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ജാതിയും അടിമത്തൊന്നും ഇല്ലെന്ന്? ഇവരെ മനുഷ്യരായിട്ട് കണ്ടുവെച്ചെങ്കിൽ പുള്ളി ഇപ്പോഴും അതിൽ ജോലി തുടർന്നു പോകാനെ. ഒരാൾ പരീക്ഷയ്ക്ക് പാസ്സായി യോഗ്യത നേടിയിട്ട് അയാളുടെ ഒരു വലിയൊരു സ്വപ്നമാണ് ജോലി നേടുക എന്നുള്ളത്. പുള്ളി രാജിവെച്ച് പോകുന്ന രീതിയിലാണ് നമുക്കിതിൽ ഈ ഒരു വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി, അത് പുള്ളിക്കാരത്തി പട്ടികവർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്കെതിരെ വീട്ടുടമസ്ഥ ജോലിക്കാരിയായിരുന്ന ഈ ഒരു ചേച്ചിക്കെതിരെ മോഷണ കുറ്റത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് കൊടുക്കുമ്പോഴത്തേക്കും പോലീസുകാർക്ക് അന്വേഷിക്കാം, FIR ഇടാം, കോടതിയിൽ ഹാജരാക്കാം, പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കാം എന്നുള്ള രീതിയാണ്. പക്ഷെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സാമാന്യം പാലിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? ഇത്രയും ടൈമിനുള്ളിൽ അവരുടെ അറസ്റ്റ് ചെയ്ത ആളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ ആരാണുള്ളതെന്നുള്ള അവരുടെ വീട്ടിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചിക്ക് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും വളരെ മാനസികമായിട്ടുള്ള രീതിയിലുള്ള സംഘർഷം നേരിടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ പോലീസുകാർ ചോദിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചേച്ചിക്ക് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും നിഷേധിച്ചെന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളും ചേച്ചി വാർത്തയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്നും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇനി ഇതെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും അടിമത്തം ഇല്ല, ഈ ഒരു കാലത്ത് അടിമത്തം ഇല്ലെന്നാണല്ലോ പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ എത്ര പേര് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസിൽ ജോലി ചെയ്യുന്നുണ്ടാകും. അവർക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ അടിമത്തത്തിന് ഇരയായിട്ടില്ലെന്ന്? നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് അവർ നിങ്ങളുടെ അടുത്ത് ഓവർ ടൈം ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് നിങ്ങൾ ഇരിക്കാറില്ലേ? ഒരു വാക്ക് പോലും തിരിച്ച് പറയാതെ ഈ ജോലി പോകുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇരിക്കാറില്ലേ?
നിങ്ങളെ പല പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ പല പേഴ്സണൽ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആ ടൈമൊക്കെ നിങ്ങൾ ആ ഒരു സുപ്പീരിയർ പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാറില്ലേ? അപ്പോൾ അത് അടിമത്തമല്ലേ? അല്ലെങ്കിൽ പോലീസുകാരുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു പ്രശ്നം തന്നെ ഇല്ലേ? എത്ര കോൺസ്റ്റബിൾസാണ് ജോലി മതിയാക്കി പോയിട്ടുള്ളത് ഈ ഒരു മെൻ്റൽ പ്രഷറും ഈ ഒരു അടിമത്തവും കാരണം. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാനായിട്ട്? എപ്പോഴും ഒരു പ്രഷറിലൂടെയല്ല അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് താങ്ങാനാവാത്ത അതിൽ അധികം ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടാണ് ഇത്രയും പ്രഷർ അവർ നേരിടുന്നത്. ഈ ഒരു വിഭാഗം മാത്രമല്ല, പല ജോലി മേഖലകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും മേളിലിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി പ്രിവിലേജ് അനുഭവിക്കുകയും അവരുടെ താഴെ നിൽക്കുന്ന ബാക്കിയുള്ള സബോർഡിനേറ്റഡ് ആയിട്ടുള്ള ജോലിക്കാരുടെ കൊണ്ട് പരമാവധി ജോലി എടുപ്പിച്ച് അവരെ പ്രഷർ ഉണ്ടാക്കുന്ന രീതിയിൽ പല ന്യൂസ് നമ്മൾ കണ്ടിട്ടില്ലേ? അത് എല്ലാ ജോലി മേഖലകളിലും ഉള്ളതാണല്ലോ. അപ്പോൾ അത് അടിമത്തമല്ലേ? അവർക്ക് ആർക്കും വാതുറക്കാൻ പറ്റുന്നില്ല. കൂടുതൽ പേരും അവരുടെ സ്വന്തം യോഗ്യത കൊണ്ട് നേടിയ ജോലി നിർത്തിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അടിമത്തം കാരണം. അപ്പോൾ അതൊന്നും ഈ കാലത്ത് അടിമത്തമല്ലേ? ഏതെങ്കിലും രീതിയിൽ അവർ വാതുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാവി പോക്കാണ്. ചിലപ്പോൾ അവർക്കെതിരെ കേസെടുക്കും. ഭാവിയിൽ കേസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല ജോലി കിട്ടില്ല. കാരണം നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിലോ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിലോ കയറുമ്പോഴത്തേക്കും അവർ ആദ്യം തന്നെ നോക്കുന്നത് പോലീസ് വെരിഫിക്കേഷനാണ്. അപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പ്രതിഷേധത്തിലേക്ക് പോകില്ല. അവരുടെ ഫ്രീഡമായ അവർക്ക് വേണ്ടുള്ള അവകാശങ്ങൾ അവർ ചോദിക്കൂല. അപ്പോൾ അതൊരു അടിമത്തമല്ലേ? ഇവരുള്ള കാര്യമാണ് പുതിയ ഉദ്യോഗാർത്ഥികൾ പുതിയ ജോലി നേടുമ്പോഴത്തേക്കും പല കമ്പനീസും പോലീസ് വെരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പോലീസ് വെരിഫിക്കേഷൻ ചോദിക്കുന്നതിനാണ് ഇവർക്കെതിരെ എന്തെങ്കിലും കേസുകളുണ്ടോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കോളേജ് പഠനകാലത്തോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലോ അവിടെ എന്തെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യുകയും അതിലെ നമ്മളുടെ എംപ്ലോയർ ആയിട്ടുള്ള ആൾ നമുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരിക്കലും പോലീസ് വെരിഫിക്കേഷൻ കിട്ടില്ല ഈ ഒരു കേസ് കഴിയാണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പോലീസ് വെരിഫിക്കേഷൻ എന്നുള്ള സംഭവങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും കൂടുതലും യൂത്തായിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരില്ല. കാരണം അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും കാലം പഠിച്ച് അവർക്ക് അവരുടെ കുടുംബം നോക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ ചിലവുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ നിലനിൽക്കുന്ന ഈ കാലത്ത് കൂടുതൽ പേരും പേടിച്ചിട്ട് ഒന്നും പ്രതികരിക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും അടിമത്തല്ലേ? അപ്പോൾ അതൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ ഒരു പഴഞ്ചൻ രീതിയിൽ തുടർന്നു പോകുന്നുണ്ട്? ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ മേലധികാരികളൊന്നും ഉണ്ടാകേണ്ട ഇപ്പോൾ എല്ലാവരും ഈക്വലായിട്ട് വേണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഈക്വലായിട്ട് വേണം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോലീസ് ഫോഴ്സ് തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ അറിയാം. അവർ എന്തോരം മാനസികാവസ്ഥയാണ് ഈ താഴത്ത് ഉള്ള കോൺസ്റ്റബിൾസൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റബിൾ ആയാലും എസ് ആയാലും ഓരോ ഉദ്യോഗസ്ഥന്മാരെയും താഴേക്ക് ആണ് അവരുടെ പ്രഷർ കൂടി വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഏറ്റവും താഴത്ത് നിൽക്കുന്ന പോലീസുകാർ ആരാണോ അവർക്കായിരിക്കും ഏറ്റവും പ്രഷർ നിൽക്കുന്നത്. കാരണം ഏറ്റവും മേലുള്ള ആൾ അയാളുടെ ജോലി അടുത്ത ആൾക്ക് താഴത്തുള്ള ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അത് പിന്നെയും താഴത്തേക്ക് പോകും. ലാസ്റ്റ് ഇതിൽ ഏറ്റവും താഴത്ത് നിൽക്കുന്ന ആളാരാണോ അയാൾക്കായിരിക്കും ഫുൾ പ്രഷറും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ മാറേണ്ട വ്യവസ്ഥിതിയാണ്. എല്ലാവർക്കും ഈക്വലായിട്ട് വേണം. ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും 2-3 പേര് ചെയ്യേണ്ട ജോലി ഒരാളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ആ രീതിയൊക്കെ മാറണം. അവർക്കും ചോദിക്കാനും പറയാനായിട്ടുള്ള കൂട്ടായ്മകളും സംഘടനകളൊക്കെ എല്ലാം വേണം. ഇന്ന് പല IT മേഖലകളിൽ സംഘടനകളൊക്കെ ഒന്നുമില്ല ഇതൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള ആൾക്കാർ ഈ കാണുന്ന ആൾക്കാർ തന്നെ ഒന്ന് തീരുമാനിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ. ജാതിയും അടിമത്തം ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഈ കാലഘട്ടത്തിലും ഇതേ രീതി നടക്കുന്നുണ്ട്. അതുപോലെ ഒരു സർക്കാർ ഓഫീസ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ എത്ര നേരം നമ്മൾ നിൽക്കേണ്ടി വരും, എത്ര പ്രാവശ്യം അതിൻ്റെ പുറകെ ഓടേണ്ടി വരും, എന്തെങ്കിലും ഒരു പേപ്പറിനോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് കാണിച്ചു കൊണ്ടിട്ട് ജാതിയും അടിമത്തവും അവർ പറഞ്ഞ രീതിയിലല്ലെങ്കിലും ഇപ്പോഴത്തെ ആധുനിക ലോകത്തും അടിമത്തമുണ്ട്, ജാതിയുമുണ്ട്, വിവേചനമുണ്ട്. അത് പല ദിവസങ്ങളിലും പല വാർത്തകളിലൂടെയും നിങ്ങളുടെ കൺമുന്നിലും നിങ്ങളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നും ഇല്ല. ഇന്ത്യ അല്ലെങ്കിൽ കേരളം വളരെ സ്വർഗതുല്യമായിട്ടാണ് പോകുന്നതെന്നും ആർക്കും പറയാൻ പറ്റില്ല. ഈ സിസ്റ്റവും ഇവിടുത്തെ ജനങ്ങളും മാറി ചിന്തിച്ച് തുടങ്ങേണ്ട ആവശ്യം വന്നിരിക്കുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുകയും നമ്മളുടെ അഭിപ്രായങ്ങൾ ഇതേപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനധികൃതമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവകാശങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ തുറന്ന് പറയുകയും നിയമപരമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക.
ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ആ പാട്ടിനകത്ത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടത്. ലാസ്റ്റ് ഒരു തമാശ ആണെന്നായിരുന്നു മധുവിനെ കുറിച്ച് ഉറക്കെ പാടുക എന്നുള്ളത് പറയുന്നത്. വേടൻ്റെ ആ ഒരു മ്യൂസിക് കൺസേർട്ട് കണ്ട എല്ലാവർക്കും അറിയാം പുള്ളിയുടെ പാട്ടുകൾ ഏത് രീതിയിലാണെന്നുള്ളത്. നല്ല ഉറക്കെ തന്നെയാണ് പാടുന്നത്. വേടനെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും പറഞ്ഞു തന്നിട്ട് ഞാൻ ഇന്നെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.